ഇന്നത്തെ ഓഡിയൻസ് കുറേ കൂടെ മാറിയിട്ടുണ്ട്. ഞാൻ തന്നെ പിറകെ ഇരിക്കുന്ന പിള്ളേരൊക്കെ കമൻ്റ് അടിക്കുകയാണ്. അവർക്കൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു ഇതില്ല. നമ്മളൊക്കെ 90കളാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അന്ന് ഇത് ഇറങ്ങുമ്പോൾ ഞാൻ കുഞ്ഞു വാവയാണ്, പക്ഷേ ഇപ്പം എന്തായാലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ടു. ലാലേട്ടന് എന്താ പറയേണ്ടതെന്നറിയില്ല. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഒരുപാട് തവണ ടി വിയിൽ കണ്ടിട്ടുണ്ട്. ഒരു വിദ്യാസാഗർ ഫാൻ എന്ന നിലയിലും ലാലേട്ടൻ്റെ ഫാൻ എന്ന നിലയിലും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് വന്നത്. പക്ഷേ എന്നാലും അവിടെ ഇരുന്ന് ആ മൊമെൻറ്റിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പം എക്സ്ട്രാ ഓർഡിനറി ഫീലായിരുന്നു. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ കാണണം തന്നെയാണ് അഭിപ്രായം. അതെ, അന്ന് ഇത് ഇറങ്ങുമ്പോൾ ഞാൻ കുഞ്ഞു വാവയാണ്, പക്ഷേ ഇപ്പം എന്തായാലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ടു. ഒരുപാട് തവണ ടി വിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ അവർ ട്രിം ചെയ്ത് കളഞ്ഞതായാലും മ്യൂസിക്കായാലും എല്ലാം കൊണ്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. വന്ന് കണ്ട് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം തീർച്ചയായും. ഒന്നും പറയാനില്ല, സൂപ്പർ. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു മൂവിയാണ്. വീണ്ടും വരുന്നു എന്ന് കേട്ടപ്പം അത് കണ്ടു കഴിഞ്ഞാൽ അതൊരു സൂപ്പർബ് അനുഭവമായിരുന്നു. പുതിയ ടെക്നോളജിയും കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് വളരെ സൂപ്പറായിരുന്നു. സത്യം പറഞ്ഞാൽ ആ സമയം പോയത് അറിഞ്ഞില്ല. ലാലേട്ടന് എന്താ പറയേണ്ടതെന്നറിയില്ല. അത്ര ജയപ്രദ മാം ആയാലും ലാലേട്ടനായാലും എല്ലാവരും നല്ല സൂപ്പർബായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ പല നല്ല ചിത്രങ്ങളും ഇതുപോലെ റിലീസിന് വന്നാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം പുതിയ തലമുറയ്ക്കും അത് ആസ്വദിക്കാമല്ലോ. വളരെ സൂപ്പറായിട്ട് ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ, പക്ഷേ ഇപ്പോൾ ഈ റിലീസിന് ഇന്നാണ് വന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അന്നത്തെക്കാട്ടിലും എന്തുകൊണ്ടും ഇന്ന് സൂപ്പർബായിട്ട് തന്നെയാണ് അത് എടുത്തിരിക്കുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. 4K റീമാസ്റ്റർ ചെയ്തൊന്നും അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള അല്ല. ഞങ്ങൾ ആ ജനറേഷനിൽ ഇത് ഏറ്റെടുത്തവരാണ്. ഞങ്ങളിതിപ്പോൾ പിന്നെ കേട്ടുള്ളൊരു ഇതല്ല. ഞങ്ങൾക്ക് അന്നേ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ തിയേറ്ററിലൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, ടി വിയിലാണ് കണ്ടിട്ടുള്ളൂ. ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി വന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഫൈനാണ്. ഒരു രക്ഷയില്ല. 4K ആണ്. അതിനകത്ത് എന്താ പറയട്ടെ, ഞാനൊരു ഫിലിം മേക്കറാവാൻ വേണ്ടി നടക്കുന്ന ആളാണ്. എനിക്ക് പേഴ്സണലി അതിനകത്ത് ഒരുപാട് ഷോട്ട്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്തിപ്പം എന്താ പറയട്ടെ, മാസ്റ്റർ ചെയ്ത് വരുമ്പോഴത്തേക്കുള്ള ക്വാളിറ്റി ഉണ്ടല്ലോ, അത് ഫിലിം ക്വാളിറ്റി മാത്രമല്ല, ഓഡിയോ ക്വാളിറ്റിയും മ്യൂസിക്കും എല്ലാം ഫൈനാണ്. അതെ, എനിക്കൊന്ന് ഏകദേശം ഫസ്റ്റത്തെ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ അത് കളഞ്ഞു. പിന്നെ ജഗദീഷ് ശ്രീകുമാറിൻ്റെ സീൻ മുഴുവനായിട്ടില്ല സിനിമയ്ക്കകത്ത്. ജഗദീഷ് ശ്രീകുമാറിൻ്റെ ക്യാരക്ടറേ ഇല്ല പടത്തിനകത്ത്. പിന്നെ കുറച്ച് അങ്ങനെ ഒരു 20-25 മിനിറ്റോളം ട്രിം ചെയ്തിട്ടുണ്ട്. അതുണ്ട്, കാരണം അന്ന് അത് ഇച്ചിരി ഓവറാണ്. കാരണം അത്രയും വേണ്ട ആവശ്യമില്ല. എന്നാലും ജഗദീഷ് ശ്രീകുമാറിനെ കാണിക്കായിരുന്നു, ആ ക്യാരക്ടറേ ഇല്ല പടത്തിനകത്ത്. അല്ല, അന്ന് അത് കുറച്ചോ ഇതായിരുന്നു, ആവശ്യമില്ലാത്തൊരു സീനാണത്. അതൊക്കെ മാറ്റിയാൽ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഫൈറ്റ് സീനും എന്താ ഇത്താക്കെ ഞാൻ മാത്രം ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ട്, അതൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ അത് ഉണ്ട്, അത് കാണിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഫസ്റ്റ് സീൻ കാണിക്കാത്തപ്പോൾ പുള്ളിയുടെ അപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ആ പെയിൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കുറവുണ്ട് പടത്തിൽ. കാണും, പക്ഷെ അത് കുറച്ച് വേണമായിരുന്നു. കുറച്ച് മാറ്റിയത് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത്രയും മാറ്റണ്ടായിരുന്നെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാലും ഓവറോൾ കുഴപ്പമില്ല. കാണില്ലേ, ഇന്നത്തെ ഓഡിയൻസ് കുറേ കൂടെ മാറിയിട്ടുണ്ട്. ഞാൻ തന്നെ പിറകെ ഇരിക്കുന്ന പിള്ളേരൊക്കെ കമൻ്റ് അടിക്കുകയാണ്. അവർക്കൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു ഇതില്ല. ഒരു എന്തോ പോലെ കമൻ്റ് അടിക്കുക പിള്ളേരിരുന്ന്. നമ്മൾ ആ ജനറേഷൻ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കറിയില്ല. നമ്മളൊക്കെ 90കളാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതായത് എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ അത് കാണാൻ വേണ്ടി വന്നു. ഇനിയിപ്പോൾ അടുത്ത ഡെഡ്പൂൾ കാണണം.